അപ്പം ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഒത്തിരി സഹരക്ഷകയെ പറ്റി ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മാതാവ് ജോർജി ഷോബിക്ക് പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന് പറയുന്ന ബുക്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. ഒന്ന് കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരി 9, 2022 എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മക്കളെ ഉണർന്നു പ്രാർത്ഥിക്കുക. ഞാൻ ജീവൻ്റെ നാഥയും സഹരക്ഷകയുമാണ്. എൻ്റെ സഹരക്ഷക എന്ന സ്ഥാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, ഞാൻ എൻ്റെ പുത്രൻ്റെ ബലിയിൽ സഹരക്ഷകയായി. ഈശോയും മറിയവും കുരിശിലെ ബലിയിൽ പങ്കുചേർന്നു. സഹരക്ഷക എന്നത് തീർച്ചയായും വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടും. ഹല്ലേലൂയ. പിന്നെ അതേ ദിവസം തന്നെ അടുത്തൊരു മെസ്സേജ് ഉണ്ട്. എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സർവ്വജനപദങ്ങളുടെ നാഥയായി ഞാൻ സന്ദേശം നൽകിയപ്പോൾ സഹരക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് വലിയ പ്രതിഷേധങ്ങളും ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് വലിയ പ്രതിബന്ധങ്ങളും ഉണ്ടാകും. ഈ വിശ്വാസ സത്യം അഞ്ചാമത്തേതും അവസാനത്തേതുമായ മരിയൻ വിശ്വാസ സത്യമായിരിക്കും. മക്കളെ, ഞാൻ ആണെന്ന് ഇവിടെയും ഉറച്ചു പറയുന്നതിനാൽ എൻ്റെ സഭ ആദ്യം അത് അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല. ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സഭയിൽ വലിയ സമാധാനമുണ്ടാകും. സഹരക്ഷക പിശാചിൻ്റെ കെണിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. മക്കളെ, ഞാൻ ജപമാല നാഥയായ സമാധാന രാജ്ഞി സഹരക്ഷകയാണ്. സഹരക്ഷക വിശ്വാസ സത്യമായി ഉടനെ പ്രഖ്യാപിക്കപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും അത് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഏപ്രിൽ 10, 2022 157 സന്ദേശത്തിൽ പറയുന്നു, എൻ്റെ മക്കളെ സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ സഹരക്ഷക എന്ന സ്ഥാനം വളരെ പരിശുദ്ധവും എന്നാൽ പലരും നിഷേധിക്കുന്നതുമാണ്. സഹരക്ഷക എന്നാൽ രക്ഷക എന്ന അല്ല, രക്ഷകനുമായി ചേർന്ന് പ്രവർത്തിച്ച ആൾ എന്നാണ്. ഞാൻ ഈശോയ്ക്ക് ജന്മം നൽകി രക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനാൽ ഞാൻ സഹരക്ഷകയാണ്. എൻ്റെ പുത്രൻ്റെ തിരുരക്തത്തോട് ഒപ്പം എൻ്റെ രക്തക്കണ്ണീരും നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുകി. ഹല്ലേലൂയ. അപ്പോൾ ഈ ബുക്കിൽ മാതാവ് കൃത്യമായിട്ട് എന്താണ് സഹരക്ഷക, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അത് പ്രഖ്യാപിക്കപ്പെടും എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രഖ്യാപനം വത്തിക്കാൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കരുണയുടെ അവസാന മണിക്കൂർ വായിക്കണം. എന്തൊക്കെയാണ് ലോകത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ, സഭയിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നെല്ലാം ഈ ബുക്കിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അച്ചടിക്കുന്നേ ഉള്ളൂ, മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷിലുള്ളതുണ്ട്. അപ്പം അതിലെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക്